എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വിശ്വാസവും ബുദ്ധിയും. അപ്പോൾ നമ്മൾ 156 ഖണ്ഡികയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 156 വിശ്വാസവും ബുദ്ധിയും. പണ്ടേ മുതൽ നമ്മൾ കാറ്റക്കിസത്തിൽ ഈ ഭാഗം വരുമ്പോൾ ഇനി അടുത്തുള്ള 2-3 പാരഗ്രാഫുകളെല്ലാം വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ബുദ്ധിജീവികളുടെ ഇടയിൽ, അതായത് ദൈവാവിഷ്കരണം, നമ്മുടെ ബുദ്ധിയും ബോധ്യത്തിലും ഒരു ദൈവികമായ രഹസ്യം നമുക്ക് മനസ്സിലായി. മനസ്സിലായി. അതിൻ്റെ ആദ്യപടിയാവുന്നുള്ളൂ. അതാണ് ആവിഷ്കൃത സത്യങ്ങൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുന്നു എന്ന വസ്തുതയല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയല്ല, പ്രത്യുത അവ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ കഴിയാത്ത ദൈവത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മാനുഷിക മനസ്സിൽ അത് മനസ്സിലായി, നല്ലൊരു വെളിപാടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടല്ല നമ്മളിൽ അത് വിശ്വാസമായി രൂപപ്പെടുന്നത്. അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ആധികാരികത നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണെങ്കിലും ആധികാരികതയ്ക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം. ഇങ്ങനെയാണെങ്കിലും, അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെയാണെങ്കിലും നമ്മുടെ വിശ്വാസ വിധേയത്വം യുക്തിക്ക് അനുസൃതമായിരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങൾ വേണം. കണ്ടോ, അങ്ങനെയുള്ള ആ വിശ്വാസത്തിന് നമ്മുടെ യുക്തി വിധേയപ്പെടണം. അതാണ് വിശ്വാസ വിധേയത്വം എന്ന് പറയുന്നത്. വിശ്വാസ വിധേയത്വം നമ്മുടെ യുക്തിക്ക് അനുസൃതമായിരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവ് ആന്തരികമായി നമ്മളെ സഹായിക്കുന്നു. ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഒന്ന് ആ വെളിപാട്, പിന്നെ അതിൻ്റെ ആധികാരികത, പിന്നെ അതിനോട് നമ്മൾ വിധേയപ്പെടുന്ന നമ്മുടെ യുക്തി. അവിടെയാണല്ലോ പലർക്കും ബുദ്ധിമുട്ടുള്ളത്. കാരണം യുക്തി പ്രകാശിക്കപ്പെടാത്തത് കൊണ്ടാണ്. യുക്തി ഇപ്പോഴും ഉത്ഭവഭാവത്തിൻ്റെ ചില അംശം യുക്തിയിൽ കിടക്കുന്നത് കൊണ്ട് യുക്തി ഓൾവേസ് കോൺട്രഡിക്റ്റിംഗ് ആയിട്ട്, പ്രത്യേകിച്ച് ചില ഏജ് ഗ്രൂപ്പിലെ അവർ ആ യുക്തിപരമായിട്ടില്ല. ഐ കനോട്ട് ബിലീവ് ഇറ്റ്, നോ 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 ഐ കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു അക്സെപ്റ്റ് ഇറ്റ്. ഇത് വളരെ പ്ലെയിൻ. നോ, ഇതാണ് സഭ നോ. അപ്പം നമ്മൾ ദേഷ്യപ്പെടരുത്, നമ്മൾ തിരിച്ചൊന്നും പറയരുത്. നമ്മൾ മനസ്സിലാക്കണം, ഇതാരാ പറയണേ, അവൻ്റെ യുക്തി പ്രകാശിക്കപ്പെട്ടിട്ടില്ല. നമ്മളും ഇങ്ങനെയൊക്കെ ആയിരുന്നു, നമ്മൾ അവരുടെ പ്രായത്തിലായിരുന്നപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ യുക്തി പ്രകാശിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായം വേണം. അതാണ് ഇത് വളരെ പ്രധാന പോയിന്റാണ്. നമ്മളിതേ പിള്ളേരെ അനുസരിക്കണില്ല, അവർ മറുതല പറയണു, തറുതല പറയണു, അവരെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ കഴിവുകൊണ്ട് പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ പറ്റാൻ സാധ്യതയുണ്ട്, പറ്റും. പക്ഷേ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കണം, യുക്തി പ്രകാശിക്കപ്പെടണം. ഇനിയാണ് അടുത്തത്, ദൈവാവിഷ്കരണത്തിൻ്റെ ബാഹ്യമായ തെളിവുകളും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ലാസറിൻ്റെ ഉയർപ്പ് ഞാനൊരു അടയാളമായിട്ട് മനസ്സിലാക്കി തന്നത് അതാണ്. അങ്ങനെ ഇനി അടുത്തതാണ് ക്രിസ്തുവിൻ്റെ വിശുദ്ധരുടെയും അത്ഭുതങ്ങളും പ്രവചനങ്ങളും സഭയുടെ വളർച്ചയും വിശുദ്ധിയും അവളുടെ ബലഭൂയിഷ്ഠയും സ്ഥിരതയും ദൈവാവിഷ്കരണത്തിന് ഏറ്റവും ഉറപ്പുള്ളവയും സർവരുടെയും ബുദ്ധിക്ക് ഇണങ്ങുന്നവയുമായ അടയാളങ്ങളാണ്. അഞ്ചാമത്തൊരു തലം സഭയുടെ വളർച്ചയാണ്. സഭയുടെ വളർച്ച അതാണ്. വിശ്വാസം നൽകുന്ന വിധേയത്വം,
യാതൊരു വിധത്തിലും മനസ്സിൻ്റെ അന്ധമായ ഒരു പ്രേരണയല്ല എന്ന് കാണിച്ചു തരുന്ന വിശ്വാസ്യതയുടെ പ്രേരക ഘടകങ്ങളാണവ. അപ്പോൾ 5-6 പോയിന്റുകൾ നമുക്ക് ഇതിനകത്ത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു, നമ്മളതിനെ ഒന്നും കൂടി സാംശീകരിച്ചതാണ്. ഇനി അതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫുകളിൽ 1063 നമ്മൾ പഠിച്ചു. അത് മനോഹരമായിരുന്നു. ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഐ സേ ടു യു എന്ന് ദൈവം മനുഷ്യനായി വന്ന് ഈശോ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് പറയുകയാണ്. പഴയ നിയമത്തിലാകട്ടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകരിലൂടെ പറഞ്ഞത്, പുതിയ നിയമത്തിൽ ഈശോ നേരിട്ട് വന്നിട്ട് ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെല്ലാം 5-ാം അധ്യായം 21, 22, 23 പറയുന്നത് എന്തോ ഒരു ശ്രേഷ്ഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പിതാവ് എല്ലാ അധികാരങ്ങളും പുത്രന് നൽകിയിരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന പോലെ തന്നെ പിതാവ് മനുഷ്യനെ ഉയർപ്പിക്കുന്ന പോലെ തന്നെ പുത്രനും മനുഷ്യനെ ഉയർപ്പിക്കാൻ അധികാരം നൽകിയിരിക്കുന്നു. കണ്ടോ, ആധികാരികത. പിതാവ് സകല വിധിയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതെന്തിനാണ്? 5:23 വരുമ്പോഴേക്കും പറയുകയാണ്, ഇത് എല്ലാവരും പുത്രനെ ടു ഓണർ പുത്രനെ ബഹുമാനിക്കുന്നതിനും എല്ലാവരും പുത്രനെ ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയാണ്. 5:23 പിതാവിനെ ബഹുമാനം ആദരിക്കുന്നത് പോലെ അവനെ അയച്ച പിതാവിനെയും, ഇത് പുത്രനെ ആദരിക്കുന്ന എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്. അതാണ്, പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം കണ്ടോ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവൻ ചെയ്യണം. ഓക്കെ പ്രത്യുത അവന് മരണത്തിൽ ജീവൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ 1063 പഠിച്ചു. ഇനി നമ്മൾ 2465 പോവുകയാണ്. 2460 കൽപ്പനകളെ കുറിച്ച് കിട്ടിക്കിട്ട് 2465 പറയുന്നത്, സത്യത്തിൽ ജീവിക്കുക. സത്യം എന്താണ്? സത്യം എല്ലാ സത്യത്തിൻ്റെയും സ്രോതസ് ദൈവമാണ് എന്നതിന് പഴയ നിയമം സാക്ഷ്യം വഹിക്കുന്നു. അവിടുത്തെ വചനം സത്യമാണ്. അവിടുത്തെ വചനം സത്യമാണ്. നമ്മൾ വചനമൊക്കെ നമുക്കറിയാം, അത് പോരാ. അത് എവിടെയോ എഴുതിയിരിക്കുന്ന അക്ഷരമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. എന്നോട് ക്ഷമിക്കണം, ഇത് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്. അക്ഷരം ആയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. എന്തു കാരണവശാലും നമ്മളത് എഴുതിയല്ലേ പഠിക്കുന്നേ. അത് ശബ്ദമായിട്ട് നമ്മുടെ ഉള്ളിൽ മുഴങ്ങണം. ഒരു വ്യക്തി സത്യം തന്നെയായ യേശു ക്രിസ്തു പറയുന്നതായിട്ട് നമ്മുടെ ഉള്ളിൽ മനസ്സിലാകണം. അതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞത്, വീണ്ടും ആവർത്തിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു. അവിടെയാണ് കംപ്ലീറ്റ് ചേഞ്ച്. അവൻ സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. സകലതും, എല്ലാ മനുഷ്യരും ആ ശബ്ദം തന്നെയായ. അപ്പോൾ ഞാനത് ഹിന്ദിയിൽ പറയാറുള്ളത്, ആദിമേം ശബ്ദ ഥാ, ശബ്ദ ഈശ്വർ കെ സാത്ത് ഥാ, ശബ്ദ ഈശ്വർ ही था, वह ईश्वर के साथ था, सब कुछ उसके द्वारा बना गया,
उसके बिना कुछ भी नहीं बना, उसमें जीवन था, उस जीवन इंसान का ज्योति था, उस ज्योति अंधकार में चमकती है, अंधकार उसको नहीं बुझा सका. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഫ്രത്തേലെ തൂത്തി എല്ലാ ജാതി മതസ്ഥരും, മുസ്ലിം ആകട്ടെ, ബുദ്ധിസ്റ്റ് ആകട്ടെ, ഹിന്ദു ആകട്ടെ, യഹൂദനാകട്ടെ, നാസ്തികാകട്ടെ, ദൈവമില്ല എന്ന് പറയുന്നവനാകട്ടെ, അവനെല്ലാം ഈ ആദി വചനത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവരെല്ലാവരിലും ഈ ദൈവം തന്നെയാകുന്ന വചനത്തിൻ്റെ വിത്ത് വിസ്മരണീയമായിട്ടുണ്ട്. അതാണ് അവരെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ആ സത്യം തന്നെയായ ദൈവം അവരിലുണ്ട്. നമ്മൾ എന്തെല്ലാം ആർഗ്യുമെൻറ്റുകളാണ് പറയുന്നതും ആ ജനത ഇങ്ങനെയായിരുന്നു, ഈ ജനത ഇങ്ങനെയായിരുന്നു, അവരിങ്ങനെയായിരുന്നു, അവരങ്ങനെ ആരാധിക്കുന്നു, ഇവരവരെ ആരാധിക്കുന്നു. ഇത് എന്ത് പേരെ ആരെ ആരാധിക്കുന്നവരായാലും, അതാണ് അന്ധകാരത്തിൽ ഇരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. അവർ പിശാചിനെ ആരാധിക്കുന്നവരായാലും അവരെ നേടാൻ വേണ്ടിയാണ് കർത്താവ് ഈശോ മിശിഹ വന്നിരിക്കുന്നത്. അവൻ പിശാചിക്കനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അവൻ്റെ അജ്ഞത കൊണ്ടല്ലേ. എന്നാൽ അവൻ്റെ അകത്ത് അവനെ സൃഷ്ടിച്ചവൻ അവൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അതാണ് എല്ലാ സത്യത്തിൻ്റെയും സ്രോതസ് ദൈവമാണ് എന്നതിന് പഴയ നിയമം സാക്ഷ്യം വഹിക്കുന്നു. അതാണ് ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്നത് ത്രിത്വത്തെക്കുറിച്ചാണ്. ഏകദൈവം എന്നല്ല അവിടെ പറയുന്നതെല്ലാം. ത്രിത്വൈക ദൈവം നമുക്ക് എന്നാ പറയണേ, നമുക്ക് ഞാനിത് പറയുന്നത് ഈ ഓർത്തഡോക്സുകാരും മലങ്കര അല്ലെങ്കിൽ ഓറിയൻ്റൽ കിഴക്കൻ സഭകളെല്ലാം പിതാവും പുത്രനും കുരിശ് വരയ്ക്കണ നേരത്ത് ഇങ്ങനെയല്ല പിടിക്കണേ. ഈ 3 വിരൽ ത്രിത്വമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 3 വിരൽ. അപ്പോൾ ത്രിത്വമാണ്, ത്രിത്വൈക ദൈവം. അപ്പോൾ ത്രിത്വൈക ദൈവം അതാണ് സ്രോതസ് എല്ലാ സത്യത്തിൻ്റെയും. നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. കേട്ടോ, ഉൽപ്പത്തിയിൽ തന്നെ ആ ത്രിത്വമാണ്. എല്ലാ സത്യത്തിൻ്റെയും സ്രോതസ് ദൈവമാണ് എന്നതിന് പഴയ നിയമം സാക്ഷ്യം വഹിക്കുന്നു. അവിടുത്തെ വചനം സത്യമാണ്. ഏതാണ് ആ വചനം? ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നത്. അവൻ ദൈവത്തോടൊപ്പമായിരുന്നു. സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. സകലതും എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥരും. അതാണ് ആ ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ ആരംഭം അവിടെ നിന്നാണ്. ഇതെല്ലാം റിഡംതോറിസ് മിസ്യോയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളിലുണ്ട്. അതിനുശേഷം ആ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ തന്നെ 9-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, സകലത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം വരുന്നുണ്ടായിരുന്നു. സകലത്തെയും എന്നല്ല, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം വരുന്നുണ്ടായിരുന്നു. ലോകത്തിൽ തന്നെ ആയിരുന്നു, എന്നാൽ ലോകം അതിനെ അറിഞ്ഞില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഇന്നും ലോകം അതിനറിയുന്നില്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക്. അവിടുത്തെ നിയമം സത്യമാണ്. അവിടുത്തെ വിശ്വസ്തത എല്ലാ തലമുറകളിലും നിലനിൽക്കുന്നു. സങ്കീർത്തനം 254 എന്ന് പറയുന്ന സങ്കീർത്തനം 119:9 സങ്കീർത്തനം 119:90. പിന്നെ പ്രോവർബ് 8:7, 2 സാമുവേൽ 7:28. വിശ്വസ്തത എല്ലാ തലമുറകളിലും നിലനിൽക്കുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ വിശ്വസ്തത. നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനാണ്. സങ്കീർത്തനം 119, 142, ലൂക്ക 1:50 മാതാവിൻ്റെ സ്തോത്രഗീതം. അവിടുത്തെ വിശ്വസ്തത. അപ്പോൾ ദൈവം സത്യമാണ്.
അവിടുത്തെ വചനം സത്യമാണ്. അവിടുത്തെ വിശ്വസ്തത എല്ലാ തലമുറകളിലും നിലനിൽക്കുന്നു. ദൈവം സത്യവാനാകയാൽ അവിടുത്തെ ജനത്തിലെ അംഗങ്ങൾ സത്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ദൈവജനമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആനുകൂല്യം എന്താ? ആ സത്യദൈവത്തിലുള്ള പങ്കാളിത്തം. ദൈവം സത്യവാൻ ആകയാൽ അവിടുത്തെ ജനത്തിലെ അംഗങ്ങൾ നമ്മളെല്ലാവരും സത്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ആ സത്യാത്മാവിന് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ നയിക്കപ്പെടും. അങ്ങനെ ആ സത്യാത്മാവ് എന്ന് പറയുന്നത് ആ ദൈവിക സത്യം നമ്മളിൽ പൂർണ്ണമായി മനസ്സിലാക്കി തരാൻ ആ സത്യാത്മാവിന് സാധിക്കും. അതാണ് പല റെഫറൻസുകളുണ്ട്. ഇനി നമ്മൾക്ക് 812 വരാം. 812 സഭയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. വളരെ വിസ്മയനീയമാണ്. 812 156 അവസാനം സഭയെക്കുറിച്ച് പറയുന്നുണ്ടോ? ആ വിശ്വാസം നമ്മൾ അടയാളസഹിതം ലഭിച്ചുവെങ്കിലും അതിനുശേഷം പറയുന്നത് ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും 156 അവസാനം അത്ഭുതങ്ങളും പ്രവചനങ്ങളും സഭയുടെ വളർച്ചയും വിശുദ്ധിയും, അതും വിശ്വാസത്തിൻ്റെ ഒരു കാര്യമാണ്. സഭ ചിലർ പറയുന്നുണ്ട് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സഭയോട് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അവർ സഭയെ മനസ്സിലാക്കുന്നത് ഒരു സ്ട്രക്ചറായിട്ടാണ്. അടുത്ത പള്ളിയിലെ അച്ഛൻ, ആ പള്ളിയിലെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നില്ല, ഞാൻ എത്ര പ്രാവശ്യം പള്ളിയിൽ പോകുന്നുണ്ട്, അച്ഛൻ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നാൽ എന്താ, അങ്ങനത്തെ സഭയിൽ എനിക്ക് പോകണ്ട. ഇതാണ്. ഇങ്ങനെയൊക്കെ പറയാൻ പോയി എന്ത് സമാധാനം പറയും. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾക്കുണ്ടായിരിക്കേണ്ട അറിവ്, എന്തോരം അറിവാണ് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ഇനിയും അറിയേണ്ടത് ഒന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ആ ദൈവീകമായ ആധികാരികതയെക്കുറിച്ച്, മറ്റൊന്ന് വളരെ വിശാലമായി ഈ സഭയുടെ വളർച്ചയും വിശുദ്ധിയും അവളുടെ ബലപുഷ്ടിയും സ്ഥിരതയും ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും ഉറപ്പുള്ളവയും സർവരുടെയും ബുദ്ധിക്ക് ഇണങ്ങുന്നവയുമായ അടയാളങ്ങളാണ്. വിശ്വാസം നൽകുന്ന വിധേയത്വം 156 അവസാനം യാതൊരു വിധത്തിലും മനസ്സിൻ്റെ അന്ധമായ ഒരു പ്രേരണയല്ല. അങ്ങനെ ഇരിക്കുന്ന സഭയാണ് ക്രിസ്ത്യാനികളായിരുന്നവർ തന്നെ അത് വിട്ടു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തോ ഒരു അറിവില്ലായ്മയിലാണിരുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തോരം സഭയെക്കുറിച്ച് അറിയാനുണ്ട്. അപ്പോൾ ഇവിടെ 812 ഖണ്ഡികയിൽ സഭയെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ ഒരു പാരഗ്രാഫ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. വളരെ പ്രസിദ്ധമായ 1-ാം വത്തിക്കാൻ സൂനകദോസിലെ ഒരു പ്രമേയമാണത്. 812 സഭ ഈ സവിശേഷതകളെ തൻ്റെ ദൈവിക സ്രോതസ്സിൽ നിന്ന് സ്വന്തമാക്കുന്നുവെന്ന് വിശ്വാസത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് വിശ്വാസത്തിൻ്റെ മറ്റൊരു രഹസ്യം. അതാണ് സഭ ഈ സവിശേഷതകളെ തൻ്റെ ദൈവിക സ്രോതസ്സിൽ നിന്ന്, അപ്പോൾ ദൈവിക സ്രോതസ് എന്ന് പറയുന്നത് വലിയ ഒരു വിഷയമാണ്, സ്വന്തമാക്കുന്നുവെന്ന് വിശ്വാസത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ചരിത്രത്തിലെ അവയുടെ പ്രകടനങ്ങൾ മനുഷ്യബുദ്ധിക്ക് അവയെ വ്യക്തമാക്കി കൊടുക്കുന്ന അടയാളങ്ങൾ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈശോയുടെ പ്രബോധനവും ആധികാരികതയും അതിനെ അടയാളങ്ങളിലൂടെ അവതരിപ്പിച്ച, ഈശോ തന്നെ നേരിട്ട് അവതരിപ്പിച്ച
അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ അത് മനസ്സിലാക്കി തന്നതും എന്ന പോലെ തന്നെ സഭയുടെ ഈ 2000 വർഷത്തെ ആവിഷ്കരണത്തിൽ സഭയുടെ ആധികാരികതയും സഭയുടെ പ്രത്യേകതകളും വളർച്ചയും ചരിത്രത്തിലെ ഈ 2000 വർഷത്തിൻ്റെ ചരിത്രത്തിലെ അവയുടെ പ്രകടനങ്ങൾ മനുഷ്യബുദ്ധിക്ക് അവയെ വ്യക്തമാക്കി കൊടുക്കുന്ന അടയാളങ്ങൾ കൂടിയാണ്. ഞാൻ അതിനൊരു റെഫറൻസ് തരാം. ഇനി അടുത്ത് പറയുന്ന പ്രബോധനം ഒന്നാം വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞതാണ്. ഒന്നാം വത്തിക്കാൻ കൗൺസിൽ ഉണ്ടായത് വിശുദ്ധ പോപ്പ് 9 മാർപ്പാപ്പയുടെ കാലത്താണ്. 1869 ഡിസംബർ 8 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ, ആ സമയത്താണ് ഈ ഒന്നാം വത്തിക്കാൻ സൂനഹദോസ് ഉണ്ടായത്. 1869 19ാം നൂറ്റാണ്ടിൽ 69ഉം 70ഉം. അതിൻ്റെ പ്രധാന പ്രമേയം ഇതായിരുന്നു: സഭയെക്കുറിച്ചുള്ള വിശ്വാസ സത്യം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിവൈൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാത്തലിക് ചർച്ച്. ഡൈഫിലിയൂസ് എന്ന് പറയും, ഡൈഫിലിയൂസ്. അതിൽ ഒരു ചെറിയ ഒരു വാക്ക് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കിയാണ്: വിസ്മരണീയമായ പ്രചാരണവും ഉന്നതമായ വിശുദ്ധിയും നന്മയായിട്ടുള്ളതിലെല്ലാം അക്ഷയമായ ബലദായകത്വവും സാർവത്രികമായ ഐക്യവും അജയ്യമായ ഉറപ്പുമുള്ള സഭ തന്നെ വിശ്വാസ്യതയുടെയും മഹത്വം ശാശ്വതവുമായ കാരണമാണ്. അവളുടെ ദൈവിക ദൗത്യത്തിൻ്റെ ഖണ്ഡിക്കാനാവാത്ത സാക്ഷ്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് സഭാസ്നേഹികളായവർക്ക് എളുപ്പം മനസ്സിലാവും. സഭയെ സ്നേഹിക്കാൻ സാധിക്കാത്തവരും സഭയുടെ ആ വിശാലതയും ദൈവീകതയും വിസ്മരണീയതയും മനസ്സിലാക്കാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സഭ ഒരു പാർട്ടി ഓഫീസ് മാതിരിയോ ഒരു സ്ട്രക്ചർ മാതിരിയോ ഒന്നുമല്ല. സഭ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവിൻ്റെ സ്വർഗീയ ശരീരമാണ് സഭ. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈശോ ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ എന്തു സംഭവിച്ചു? ഈശോ തന്നോടൊപ്പം മനുഷ്യരെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആ യേശുവിൻ്റെ ശരീരമാണ് സഭ. അതാണ് ഇവിടെ പറയുന്നത്: വിസ്മരണീയമായ പ്രചാരണവും ഉന്നതമായ വിശുദ്ധിയും നന്മയായിട്ടുള്ളതിനെല്ലാം അക്ഷയമായ ഫലദായകത്വവും സാർവത്രികമായ ഐക്യവും അജയ്യമായ ഉറപ്പുമുള്ള സഭ തന്നെ വിശ്വാസ്യതയുടെ മഹത്വം ശാശ്വതവുമായ കാരണമാണ്. അവളുടെ ദൈവിക ദൗത്യത്തിൻ്റെ ഖണ്ഡിക്കാനാവാത്ത സാക്ഷ്യവുമാണ്. ഇപ്പോൾ ഇവിടെയും അടയാളങ്ങളുണ്ടായി, സഭയിൽ ധാരാളം അടയാളങ്ങളുണ്ടായി. അതാണ് ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചുണ്ടായ അതിഭയാനകമായ മതപീഡനം. ഈ ഭയാനകമായ മതപീഡനം കൊണ്ട് സഭ കരുത്തുള്ളതായതല്ലാതെ സഭയ്ക്ക് ഒരു ദൂഷ്യവും വന്നില്ല. സഭ ഏത് കാലഘട്ടത്തിലും മതപീഡനത്തിലൂടെ തന്നെ കടന്നു പോകും. അതുകൊണ്ട് ഇപ്പോഴും മതപീഡനം ഉണ്ടാകുമ്പോൾ നമ്മൾ പതറാതെ നമ്മൾ വിശ്വാസത്തിൻ്റെ ആ രഹസ്യം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ അനുയായികളായതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ പീഡിപ്പിച്ച ആ പീഡനങ്ങൾ സഭ എല്ലാവർക്കും ഉണ്ടാകും.
വിവിധ തരത്തിൽ. അകത്തു നിന്നുമുണ്ടാകും, പുറത്തു നിന്നുണ്ടാകും. ഇനി ഒരടയാളം എനിക്ക് പറയാൻ തോന്നുന്നത് ഇതാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ AD, അതായത് 306 മുതൽ 337 വരെയാണ് കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് മദർ ഹെലീന. ഇത്രയും കാലഘട്ടം, ഈ 3 നൂറ്റാണ്ട് സഭ അനുഭവിച്ചത് അതിഭയാനകമായ പീഡനമായിരുന്നു. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം തകിടം മറിയുന്നു. ഒന്നാലോചിച്ച് നോക്ക്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ഒരു സ്വപ്നമുണ്ടാകുകയാണ്. ഒരു വലിയ യുദ്ധത്തിൽ, ഒരുപാട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തെ ജയിക്കണമെങ്കിൽ ഇന്നത് ചെയ്താൽ മതി എന്ന് കർത്താവ് ദർശനത്തിൽ കൊടുക്കുകയാണ്. മനസ്സിലാക്കണം, ഇപ്പം ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അന്ന് വരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരായിരുന്നു. റോമായിലെ എല്ലാ ചക്രവർത്തിമാരും ക്രിസ്ത്യാനികളെ അതിഭയാനകമായി പീഡിപ്പിച്ചിരുന്നു, നമുക്കറിയാം. അതിൻ്റെ അടയാളങ്ങളാണ് ഇന്നും നിലനിൽക്കുന്ന ആ കൊളോസിയവും എല്ലാം. ആലോചിച്ച് നോക്കിയോ. എന്നാൽ ഒറ്റ രാത്രി, അപ്പോൾ ദൈവം ഇത്രയും പൈശാചികത അഴിച്ചുവിട്ടിരിക്കുന്ന ആ ചക്രവർത്തിയോട് ദൈവം സംസാരിക്കോ ഇല്ലയോ? കേട്ടോ, അതാണ് പറയുന്നത്. ദൈവം പ്രകാശമാണ്, അന്ധകാരം പോലും പ്രകാശമാക്കി മാറ്റും. കോൺസ്റ്റന്റൈന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്, കുരിശ് ആണ് നിന്നെ ജയിപ്പിക്കാൻ പോകുന്നത്. കുരിശോ? ഈ കുരിശിനെതിരായിട്ടല്ലേ നമ്മൾ ഇത്രയും പടവെട്ടുന്നതും അവരെയല്ലേ നമ്മൾ തൂത്തെറിയാൻ ശ്രമിക്കുന്നതും? നീ കുരിശിൻ്റെ ചിഹ്നം, കുരിശ് ഉപയോഗിക്കുക, എല്ലാവരും കുരിശ് എന്തുക, കുരിശിൻ്റെ ചിഹ്നം നിന്റെ പരിചയിലും യുദ്ധക്കോപ്പുകളിലും എല്ലാം മുദ്ര കുത്തുക. ഈ കുരിശിലൂടെ നീ വിജയിക്കും. ഈ സ്വപ്നം ദൈവം നേരിട്ട് സംസാരിക്കുന്നതാണ്. അന്ധകാരത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ തലവനോട്. ഇതാണ് ദൈവം, മനസ്സിലായോ? ഇതാണ് പ്രകാശം എന്ന് പറയുന്നത്. അന്ധകാരത്തിനെ കൊണ്ടും കർത്താവിന് പണിയുണ്ട്. രാജാവ് എഴുന്നേറ്റു. യെസ്, യുദ്ധം ജയിക്കാനുള്ള ഐഡിയ കിട്ടി. ഒട്ടനെ അത്രയും നാളും കുരിശിനെ അവഹേളിക്കുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആൾ മാനസാന്തരം, മനസ്സ് മാറി. എവിടെ നായകന്മാരെ വിളിച്ചു, യുദ്ധം ജയിക്കും നമ്മൾ. ഐഡിയ, എല്ലാവരും കുരിശെടുക്കുക, കുരിശുണ്ടാക്കുക, വലിയൊരു കുരിശുണ്ടാക്കുക, ചെറിയ കുരിശുകൾ ഉണ്ടാക്കുക. ഇതൊന്നും കൃത്യമാവണമെന്നില്ല, ഞാൻ അതിനെ അവതരിപ്പിക്കുകയാണ്. എല്ലാ പട്ടാളക്കാരുടെയും പരിചയിൽ കുരിശ് വരയ്ക്കുക, കുരിശിൻ്റെ ചിഹ്നം. ഇപ്പൊ കുരിശ് വര തിരുനാളാണ്, ശരിക്കും നമുക്ക് നല്ലൊരു യോജിച്ച സന്ദേശമാണിത്. അങ്ങനെ കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് കുരിശിൻ്റെ ചിഹ്നം വരച്ചുകൊണ്ടും എല്ലാ പടക്കോപ്പുകളിലും കുരിശടയാളം വരച്ചുകൊണ്ടും കുരിശേന്തിക്കൊണ്ട് മുന്നേറിയപ്പോൾ വളരെയധികം ഭയപ്പെട്ടിരുന്ന, ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന യുദ്ധം വിജയിച്ചു. പ്രൈസ് ദ ലോർഡ്. യുദ്ധം വിജയിച്ചു. ഇപ്പൊ യുദ്ധം ആര് വിജയിപ്പിച്ചു? കുരിശാണ് യുദ്ധം വിജയിപ്പിച്ചത്. ഉടനെ രാജാവ് തൻ്റെ സൈന്യാധിപന്മാരെയും ജ്ഞാനികളെയും മന്ത്രിമാരെയും എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, കണ്ടോ, നമ്മൾ ഇത്രയും നാളും ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ക്രിസ്ത്യാനികളുടെ ദൈവം ക്രിസ്തുവാണ് നമ്മളെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് ഇതാ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇന്നു മുതൽ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ക്രിസ്തു മതം. ക്രിസ്തുവാണ്
കൊളോസ്യങ്ങൾ അടയ്ക്കുക, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് നിർത്തുക. കണ്ടോ, ഇതൊരടയാളം. ഇങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം തൻ്റെ സഭയെ കണ്ണിലെണ്ണൊഴിക്കുന്നത് പോലെ നോക്കി കൃത്യസമയത്ത് ഇടപെട്ടിട്ടുള്ളത് ചരിത്ര സംഭവങ്ങളാണ്. അത് നമ്മൾക്ക് നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും അധികം പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ഹോം സ്കൂളൊക്കെ നടത്തുന്നവർ ഈ സഭാ ചരിത്രങ്ങൾ പഠിക്കണം, നമ്മളും പഠിക്കണം. ഈ സഭാ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോയെ പോലെ തന്നെ ഈശോ നൽകിയ പ്രബോധനങ്ങൾക്ക് അടയാള സഹിതം ഈശോ വിശ്വസ്തത നമുക്ക് നൽകിയ പോലെ തന്നെ സഭയിലും ഒരുപാട് അടയാളങ്ങളിലൂടെ, രക്തസാക്ഷികളുടെ രക്തച്ചൊരിച്ചിലുകളിലൂടെ ഓരോ കാലഘട്ടത്തിലും അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. സഭയുടെ വളർച്ച അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു റെഡ് കാർപ്പറ്റിലൂടെ വളർന്ന സഭയല്ല, രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് ഇത് വളർന്നത്. അതുകൊണ്ട് ഇന്ന് സംഭവിക്കുന്ന എന്തെല്ലാം ഭയാനകതകളുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് അതിനെയൊക്കെ കണ്ട് പേടിക്കുന്ന ഭീരുക്കളാകരുത് നമ്മൾ. അവിടെയെല്ലാം സഭയിൽ ഇതെല്ലാം സഭയ്ക്ക് വളരെ പരിചയമുള്ളതാണെന്ന് ഓർത്തുകൊണ്ട് കർത്താവിൽ മാത്രം ശരണപ്പെടണം. ഈശോയെ നന്ദി. അപ്പോൾ നമ്മൾ ഇതാണ് ഒന്നാം വത്തിക്കാൻ സൂനഹദോസിൽ ഉണ്ടായ വലിയ ഒരു പ്രഖ്യാപനമാണ് സഭയുടെ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായ പ്രബോധനം. ഒന്നാം വത്തിക്കാൻ സൂനഹദ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇതോടെ ഈ 156 പാരഗ്രാഫ് അവസാനിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ വളർന്നു വന്ന ഈ സഭയിലെ അംഗങ്ങളായതിനെക്കുറിച്ച് നമ്മൾക്ക് അഭിമാനിക്കാമോ ഇല്ലയോ? പറയൂ, നമ്മൾക്ക് അഭിമാനമുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.